അപ്പോൾ നമ്മളിങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ കുറേ ആൾക്കാർ ഇന്ന് കൈ നീട്ടുന്നുണ്ട്. വെച്ച് പണി പാളി, എന്തെങ്കിലും അറ്റാക്ക് ചെയ്യണം. കാരണം ഒരു ബോർഡർ പോലത്തെ ഏരിയ ആണ്. എന്നോട് പറഞ്ഞു യു നോ ജോർദാൻ എന്ന് പറഞ്ഞു, യു ഗോ ബാക്ക് ഇന്ത്യ, യു നോ ജോർദാൻ എന്ന് പറഞ്ഞു. പുള്ളി എന്നെ നേരെ വേറൊരു പോലീസുകാർക്ക് കൈമാറി കഴിഞ്ഞ് നമ്മളെ നേരെ ഒരു കസ്റ്റഡിയിലോട്ടാണ് എടുത്തേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. വേറെ 2 പോലീസുകാർ വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ ഉണ്ടായത്. അസ്വാനിന്ന് എനിക്ക് അടുത്തൊരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവ ഒയാസിസ് എന്ന് പറഞ്ഞൊരു സോൾട്ടിലേക്ക് കാണലാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈജിപ്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോടാണ് പോകുന്നത്. ഏകദേശം കണ്ടിന്യൂസ് ട്രാവൽ ആണെങ്കിൽ ഒരു 24 മണിക്കൂറെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അസ്വാനിന്ന് ഒരു വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്വാനിന്ന് വൈകിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ലുക്സോറിൽ ആദ്യം എത്തണം. അപ്പോൾ ആ ഒരു ജേണിയിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡെസേർട്ടാണ്. നമ്മുടെ ഈ സിറ്റികളുടെ ഇടയിൽ ഫുള്ള് ഡെസേർട്ടാണ് ഈജിപ്തിൽ. അപ്പോൾ ഡെസേർട്ടിന് നടുക്ക് ഭയങ്കര നല്ല അടിപൊളി ഹൈവേ ആണെങ്കിൽ ബസ്സൊക്കെ ക്രൂസ് ചെയ്യുന്ന ഏകദേശം 100-120 ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മീറ്ററിൽ ഇങ്ങനെ 120 ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത്രയും സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഹൈവേ ഒന്നുമല്ല, നോർമൽ 2 സൈഡ് റോഡേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ കുറേ ആൾക്കാർ ഇന്ന് കൈ കാണിച്ചുകൊണ്ടിരിക്കുക. വെച്ച് പണി പാളി, എന്തെങ്കിലും അറ്റാക്ക് ചെയ്യണം. കാരണം ഒരു ബോർഡർ പോലത്തെ ഏരിയ ആണ്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അറ്റാക്ക് ആണോ, എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് എഴുതി നോക്കിയപ്പോഴാണ്, അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് നോമ്പ് തുറക്കുന്ന ടൈമായിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷണം തരാനാണ് കൈ കാട്ടുന്നതെന്ന്. ഡ്രൈവർ ഡോർ തുറന്ന് കൊടുത്തു. എന്നിട്ട് എനിക്ക് കുറേ ഈന്തപ്പഴവും കുറേ ഫ്രൂട്ടി അങ്ങനത്തെ ഐറ്റംസ് തന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ തന്ന്, ഈ പറഞ്ഞ പോലെ ബ്രെഡ് കാര്യങ്ങളൊക്കെ തന്നിട്ട് ഓക്കെ അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ ഹബീബി എന്നൊക്കെ വിളിക്കും, അങ്ങോട്ട് ഹബീബി എന്നൊക്കെ വിളിച്ച്, ഇന്ത്യ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു. ഞാനും ഡ്രൈവറും കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ എനിക്ക് ഉറക്കം വന്നപ്പോഴേക്കും, ഞാൻ ചെറിയ ഉറക്കം കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും കൈറോ എത്തിയിട്ടുണ്ടായി. അവിടെ നേരെ സവാദിൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൈകിട്ട് നേരെ ബസ് കയറി സിവയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. കൈറോന്ന് ഏകദേശം 16 മണിക്കൂറുണ്ട് സിവ ഒയാസിസിലോട്ട്. അതും കൈറോന്ന് ഒരു ഓവർനൈറ്റ് ജേണിയാണ്, നീണ്ട യാത്ര തന്നെയാണ്. വൈകിട്ട് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഏകദേശം 10 മണിയായി ഞാൻ എത്താൻ തന്നെ. അപ്പോൾ അങ്ങനെ സിവയിലിറങ്ങി. സിവയിലാണെങ്കിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ ഹോട്ടൽസോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. നേരെ അവിടെ ചെന്നിട്ട് എന്തുണ്ടെങ്കിലും നോക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിവയിൽ വന്ന് ഇറങ്ങി. സിവ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സിറ്റികൾ പോലെയല്ല. ബാക്കി ഇത്രയും ദിവസങ്ങൾ പോയ എല്ലാ സിറ്റികളും വലിയ വലിയ ബിൽഡിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് പക്ക ഒരു ലിബിയ ബോർഡറിൽ കിടക്കുന്ന, സഹാറ മരുഭൂമിയുടെ ഒരു അടുത്ത് തന്നെ കിടക്കുന്ന ഒരു കുഞ്ഞി ഗ്രാമം തന്നെയാണ്. വലിയ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടൂറിസ്റ്റുകൾ ഒട്ടും തന്നെ ഇല്ല, വളരെ റെയറാണ്. ബാക്കി എല്ലാവരും നമ്മൾ ടൂറിസ്റ്റുകളെ കാണുന്ന പോലെ ആരെയും കാണുന്നില്ല. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ പിള്ളേരൊക്കെ നമ്മുടെ പുറകെയൊക്കെ വന്നു. കുറച്ച് റിക്ഷക്കാർ, അവിടെ പിന്നെ ടാക്സികളില്ല, കുഞ്ഞ് റിക്ഷകളാണ്. അപ്പോൾ 2-3 റിക്ഷക്കാരൊക്കെ എന്നെ വന്ന് റൂം വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് നടന്ന് നോക്കാമെന്ന് കരുതി. Booking.com നോക്കിയിട്ട് കുറച്ച് ഹോസ്റ്റൽസിൻ്റെ പേരെടുത്തു. എന്നിട്ട് അതുവഴി ബുക്ക് ചെയ്തില്ല, നേരെ മാപ്പ് ഇട്ടിട്ട് ആ ഹോസ്റ്റലൊക്കെ നേരിട്ട് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു ഹോസ്റ്റലിൽ ചെന്ന് നോക്കി, അത് ഫുള്ളാണെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ കോട്ടേജ് ചെന്നപ്പോൾ ആൾ എന്നോട് ബുക്കിംഗ് കണ്ടോ ഒന്നും ചോദിച്ചില്ല, എന്നെ അകത്തോട്ട് കയറ്റി. ആദ്യം തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അപ്പോൾ ആൾ വിചാരിച്ചത് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് ആയിരിക്കാം, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ നല്ലോണം രീതിയിൽ വെൽക്കം ചെയ്തു. എനിക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് പേരെന്താ, ബുക്കിങ്സ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടില്ലേ, അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാണ്, ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ക്യാമ്പ് അവൈലബിൾ ആണോ? അപ്പോൾ കുഞ്ഞു ക്യാമ്പ് പോലെ ഹട്ടുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞു അപ്പോൾ ഞാൻ പൈസയും ചോദിച്ചിട്ടില്ല, എനിക്ക് ഓൾറെഡി ആൾ വെൽക്കം ചെയ്തു, അതുകൊണ്ട് ഇനി പൈസ കൂടുതലാണെങ്കിൽ നിന്നേ പറ്റുള്ളൂ ആ ഒരു ഇതിൻ്റെ പുറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഞാൻ നേരെ ചെക്കിനായി. അപ്പം അന്ന് രാത്രി അവിടെ ക്യാമ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഭയങ്കര ഒറ്റപ്പെട്ട ഒരു സ്ഥലം വരുന്നത്, പക്ഷേ എന്നാലും രസമായിരുന്നു. അന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആയപ്പോഴേക്കും ഒരു തൈവാൻകാരനെ എനിക്ക് കിട്ടി. അപ്പോൾ ആള് അടിപൊളി, ഒറ്റയ്ക്ക് തന്നെ സോളോ ബാക്ക് പാക്കിങ്ങിന് വന്നേക്കാണ്. ആൾ ഏകദേശം 30 രാജ്യത്തോളം പോയിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കുറേ പാസ്പോർട്ടിൽ ഇഷ്ടം പോലെ സ്റ്റാമ്പുകളൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി സാൾട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ആളൊന്ന് ചെക്കിനായിട്ടുള്ളൂ. ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായിട്ട് നമ്മുടെ ടുക്ടുക്കാരൻ വന്നു. ആ ഒരു ട്രിപ്പിൽ ആ ഒരു ഡ്രൈവർ ഭയങ്കര അടിപൊളിയായിരുന്നു. പുള്ളിക്ക് ഒരു വാക്കുപോലും ഇംഗ്ലീഷിൽ അറിയില്ല, പക്ഷേ പുള്ളിക്ക് ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാൻ നല്ലോണം അറിയാം. പുള്ളി അപ്പോൾ അറബിയിൽ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ടുക്ടുക്കിൽ ഏകദേശം
1 മണിക്കൂർ, പിറ്റേ ദിവസം രാവിലെ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മൾ സാൾട്ട് ലേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാൾട്ട് ലേക്കിലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് കാര്യങ്ങളാണ്, ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്. ടുക്ടുക്കിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടുള്ള ടുക്ടുക്കാണ്, നല്ല വെയിലും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. പയ്യെ പയ്യെ ഉപ്പ് പാടങ്ങൾ കണ്ടു തുടങ്ങി. പിന്നെ നീല കളറിലെ വെള്ളമാണ്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മളവിടെ എത്താറായപ്പോൾ ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എനിക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാൻ പേടിയായതുകൊണ്ട് തൈവാൻകാരന് നീന്താൻ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ആളോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇതിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്, എന്നാലും നമുക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടാവില്ല എല്ലാത്തിനെയും, അപ്പോൾ പ്രത്യേകിച്ച് വെള്ളമാകുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു തൈവാൻകാരനോട് എന്തായാലും ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആളാദ്യം ഇറങ്ങിയപ്പോൾ അടിപൊളി, പുള്ളി ഇങ്ങനെ പൊങ്ങിക്കിടക്കും, ഒരു എഫേർട്ട് എടുക്കണില്ല, പുള്ളി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഞാനും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാനും പയ്യെ കാല് വെച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതെന്തോ ഒരു അത്ഭുതം തന്നെയാണ്. ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മുങ്ങിപ്പോയില്ല, നമ്മൾക്കിങ്ങനെ കൈവിട്ട് ഇങ്ങനെ കിടക്കാം, നീന്താം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഡീപ്പാണല്ലോ, നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള അടിപൊളി വെള്ളമാണ്. പക്ഷേ ഒരു തുള്ളി നാക്കിൽ രുചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോവും, അത്ര കട്ട ഉപ്പാണ്. പിന്നെ ഈ ഉപ്പിൻ്റെ എഡ്ജുകളായതുകൊണ്ട് ഭയങ്കര കൂർത്ത എഡ്ജാണ്, അപ്പോൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാനും. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്തെ എൻ്റെ കാല് ചെറുതായിട്ടൊന്നും അറിഞ്ഞുള്ളൂ, പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ പൊട്ടി റെഡ് കളറായി, പിന്നെ ഭയങ്കര നീറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനകത്ത് കയറി, പുള്ളി അപ്പോൾ പിന്നെയും കറങ്ങി കിടന്നു. അപ്പോൾ നമ്മുടെ ടുക്ടുക്കാരൻ ഒരു വലിയൊരു ക്യാനിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം ഇത് ഉപ്പ് വെള്ളമാണല്ലോ. പിന്നെ അപ്പം തന്നെ ശരീരം ഡ്രൈ ആയിട്ട് ഉപ്പ് മൊത്തമായിട്ട് വെള്ള കളറിൽ ഒട്ടി തുടങ്ങി, ഭയങ്കര ഒട്ടലായി, അപ്പോൾ തലയൊക്കെ ഒട്ടലായി. അപ്പോൾ ആളി കൊണ്ടുവന്ന ക്യാനിൽ ആദ്യം തൈവാൻകാരനെ കുളിപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് എന്നെയും കുളിപ്പിച്ച്. അപ്പോൾ ഈ ഒരു സംഭവം പുള്ളി സ്ഥിരം മഞ്ഞുകൊണ്ട് പുള്ളി അത് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും കുളിപ്പിച്ചൊക്കെ തന്നിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു, ശിവ പോയി തന്നെ ഇതിനു വേണ്ടിയാണ് ഈ സോൾട്ടിലേക്ക് പൊങ്ങിക്കിടക്കാൻ. അപ്പോൾ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് കൂടി ടിക്ക് ചെയ്തു. അതിന് ശേഷമാണ് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ഡെസേർട്ട്, അവിടെ പോയി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റാർ ഗേസിങ് ഉണ്ടാവുന്നു. കാരണം ലൈറ്റ് പൊല്യൂഷൻ ഇല്ല, ഒരു രീതിയിലുള്ള പൊല്യൂഷനും ഇല്ല, അപ്പോൾ നല്ല സ്റ്റാർ ഗേസിങ് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ സഹാറ മരുഭൂമി അറിയാമല്ലോ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയാണ്. അപ്പോൾ അതുകൊണ്ട് സഹാറ മരുഭൂമിയിൽ സൺസെറ്റ് കാണാം എന്നൊരു ഓപ്ഷൻ പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും അന്ന് രാത്രി പോകാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പോൾ എനിക്ക് രാത്രി 9 മണിക്ക് മുന്നേ തിരിച്ചെത്തണം, ബസ്സുണ്ട്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അതിന് മുന്നേ എത്താം, സൺസെറ്റ് കണ്ടിട്ട് എത്താം എന്ന് പറഞ്ഞ് നേരെ നമ്മൾ ഡെസേർട്ടിലോട്ടാണ് പോയത്. അങ്ങനെ വീണ്ടും ഒരു മണിക്കൂറോളം ഈ ടുക്ടുക്കിൽ കുണുങ്ങി ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മൾ നേരെ ഡെസേർട്ടിലെത്തി. സൺസെറ്റ് കാണാൻ വേണ്ടി ഈ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. അപ്പോൾ ഈ സാൻഡ് ഡ്യൂൺസ് ഒരു കുഞ്ഞൊരു മല പോലെയാണ്. സൺസെറ്റ് ആവാറായതുകൊണ്ട് തന്നെ ഞാൻ ഓടിക്കേറിയിട്ട് കാലിങ്ങനെ പൂണ്ട് പോവുക. തൈവാൻകാരൻ എൻ്റെ അപ്പോൾ ഓടി വന്നിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ ഒരു ഓടിക്കേറി മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് സൺസെറ്റ് ടൈം ആയിരുന്നു. അപ്പോൾ അത്രയും വലിയ ഡെസേർട്ടിൽ നമ്മൾ അടിപൊളി, നല്ല കാറ്റൊക്കെ ആയിരുന്നു, നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ടു. അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ അടിപൊളി ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. മരുഭൂമി ആയതുകൊണ്ട് തന്നെ രാത്രിയായി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, ഭയങ്കര കാറ്റുമാണ്. അപ്പോൾ ഒരു ചെറിയൊരു കൂടാരം പോലെ അതിൻ്റെ അകത്താണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം അത്രയും കാറ്റായതുകൊണ്ട് ഓപ്പൺ ആയിട്ട് ക്യാമ്പ് ഫയർ എത്തിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിൽക്കില്ല, അത്രയും കാറ്റാണ്. അപ്പോൾ നമ്മൾ ആ ഒരു തണുപ്പത്ത് ക്യാമ്പ് ഫയർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. അന്നപ്പോൾ തൈവാൻകാരൻ വീണ്ടും ഒന്ന് സ്റ്റേ ആണ്. എനിക്ക് രാത്രി പോകാൻ ബസ്സുള്ളതുകൊണ്ട് തന്നെ തിരിച്ച് ഹോട്ടലിൽ പോയി പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് തന്നെ ചെറിയൊരു ഡിന്നറും കഴിച്ചിട്ട് നമ്മുടെ ടുക് ഡ്രൈവർ തന്നെ തിരിച്ച് എന്നെ ആക്കി തരാണ് ഉണ്ടായത്. അവിടെ നിന്ന് ഞാൻ നേരെ പോയത് അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞ ഒരു മെയിൻ സിറ്റിയിലോട്ടാണ്. രാവിലെ ആയപ്പോൾ തന്നെ അങ്ങനെ അലക്സാൻഡ്രിയയിൽ വന്നെത്തി. അലക്സാൻഡ്രിയ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു സിറ്റിയാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത് സീ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടി ഈജിപ്തിലെ തന്നെ ഏറ്റവും ടോപ്പ് സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അലക്സാൻഡ്രിയ എന്ന് പറയുമ്പോൾ. ഇവിടെ വരുമ്പോൾ മെഡിറ്ററേനിയൻ സീ ആണ് വരുന്നത്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. നമ്മുടെ അപ്പർ സൈഡിൽ റെഡ് സീ ആണ്, ഇവിടെ വരുമ്പോൾ മെഡിറ്ററേനിയൻ ആണ് വരുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ചെറിയ പനിയൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ എപ്പോഴും ബാഗിൽ ഒരു ഡോളോ പാരസെറ്റമോളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തപ്പോഴേക്കും റെഡിയായി. അലക്സാൻഡ്രിയ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഞാൻ അടുത്ത സ്ഥലം നമ്മുടെ ഷർമൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് റെഡ് സീ ഉള്ളത്. അലക്സാൻഡ്രിയയിൽ നിന്ന് ഷർമൽ ഷെയ്ഖിലോട്ട് പോകണമെങ്കിൽ വീണ്ടും 12 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഈ യാത്രകളെല്ലാം ഞാൻ ചൂസ് ചെയ്യുന്നത് ഓവർനൈറ്റ് ജേണിയാണ്. കാരണം ആ ഒരു സ്റ്റേയുടെ എക്സ്പെൻസ് കുറയ്ക്കാനും പറ്റും, ഒപ്പം നമുക്ക് അത്രയും ടൈമും വേസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സാൻഡ്രിയയിൽ നിന്ന് അടുത്ത ബസ് ബുക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് ഷർമൽ ഷെയ്ഖിലോട്ടാണ്. ഷർമൽ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഫ്ലൈറ്റിൽ കണ്ട സൂയിസ് കനാലില്ലേ, അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സൂയിസ് കനാലിൻ്റെ അവിടെ നല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 4 മണിക്കൂർ കൊണ്ട് കൈറോ എത്തി. കൈറോന്ന് വീണ്ടും ഒരു 5-6 മണിക്കൂർ കൊണ്ട് തന്നെ സൂയിസ് കനാലിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തി.
അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും ID ചോദിച്ചു തുടങ്ങി. പോലീസ് അകത്തോട്ട് കയറി എല്ലാവരും ID ഒക്കെ കാണിച്ചു കൊടുത്തു. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടും ഫോറിൻ പാസ്പോർട്ടൊക്കെ ഉള്ളവരുടെയൊക്കെ പാസ്പോർട്ട് കയ്യിൽ വാങ്ങിച്ചിട്ട് ഇവർ പുറത്തോട്ട് കൊണ്ടുപോയി. സൂയിസ് കനാൽ എത്തിക്കഴിയുമ്പോഴുള്ള വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ലഗേജും എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങണം ബസ്സിൽ നിന്ന്. അപ്പോൾ ലഗേജ് എല്ലാം പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ചെക്കിങ് പോലെ അവിടുത്തെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബസ് വേറൊരു സ്കാനിങ്ങിലൂടെ വരും. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു കയറണം. അപ്പോഴേക്കും എൻ്റെ പാസ്പോർട്ട് കൊണ്ടുപോയ പാസ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് തിരിച്ചു തന്നു. വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, വിസ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, പക്ഷേ പാസ്പോർട്ട് എല്ലായിടത്തും ചോദിക്കുന്നുണ്ടായി. അങ്ങനെ സൂയിസ് കനാലിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഒരാളിങ്ങനെ ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. അങ്ങനെ സൂയിസ് കനാലും ഈ പറഞ്ഞ പോലെ ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ ഒരു ഹ്യൂമൻ മെയ്ഡ് ആണല്ലോ, മാൻ മെയ്ഡ് സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈജിപ്തിൻ്റെ മറ്റൊരു ഭാഗത്തോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും ഒരു ടണലിൻ്റെ അകത്തോട്ട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മളെ മുകളിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്, ഇതിൻ്റെ അകത്തേക്കൂടെയാണ് നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചപ്പുറത്തെത്തുമ്പോഴും ഇതുപോലെ ചെറിയ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഷർമൽ ഷെയ്ഖ് എത്താറാകുമ്പോഴേക്കും ഞാൻ വീണ്ടും ഫ്രണ്ട് സീറ്റിലോട്ട് പോയി കണ്ടക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ വീണ്ടും അടുത്ത 12 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ ഷർമൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നെത്തിക്കുന്നത്. ഷർമൽ ഷെയ്ഖ് എന്ന് പറയുമ്പോൾ വേറൊരു കൾച്ചർ മൊത്തത്തിൽ മാറിയ പോലെയാണ്. നമ്മളുടെ കൈറോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു എന്തൊക്കെയോ ഒരു മിക്സ് ആയിട്ടുള്ള കൾച്ചറാണ്. ഈജിപ്ഷ്യനും യൂറോപ്പും എല്ലാം കൂടി മിക്സാണ്. ഇതെന്ന് പറയുമ്പോൾ സൗദി അറേബ്യയുടെ ഒരു അടുത്താണ്, ജോർഡാനൊക്കെ അടുത്താണ്. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു സൗദി അറേബ്യ അങ്ങനത്തെ ഒരു അറബ് കൾച്ചറിലോട്ട് മൊത്തത്തിൽ മാറി. നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ്, അധികം ക്രൗഡൊന്നുമില്ല, നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഭയങ്കര നീറ്റായിട്ടുള്ള സ്ഥലമാണ്. ആൾക്കാരും ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് തുടങ്ങി. പറഞ്ഞ പോലെ യൂബറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയി തുടങ്ങി. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഷർമൽ ഷെയ്ഖിൽ വരാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂബ ഡൈവിങ് അത്രയും ഫേമസ് ആയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂബ ഡൈവേഴ്സിൻ്റെ മെക്ക എന്നൊക്കെ പറയൂലേ, അത്രയും വലിയൊരു ഏതൊരു സ്കൂബ ഡൈവർ ആണെങ്കിലും ഇവിടെ വന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അത് എനിക്ക് കിട്ടാൻ കാരണം സുഷി തന്നെയാണ്. സുഷിയാണ് പറഞ്ഞത്. സുഷി ഇതിനു മുന്നേ ഈജിപ്റ്റ് വന്നത് ഈ ഷർമൽ ഷെയ്ഖിൽ മാത്രം 10 ദിവസത്തോളം വന്ന് സ്കൂബ ഡൈവിങ് ചെയ്തിട്ട് തിരിച്ചു പോയിന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സ്കൂബ ഡൈവിങ്ങിന് പോകണത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ സുഷി പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്തു നോക്ക്, നീന്തലൊന്നും അറിയണ്ട, നോർമൽ 10 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആൾ തന്നെ എനിക്ക് കോണ്ടാക്റ്റ് ഒപ്പിച്ച് തന്നു. എന്നിട്ട് ഷർമൽ ഷെയ്ഖിൽ പോയി ആ നമ്പർ വഴി ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഒരു ഡേ ട്രിപ്പ് പോലെയാണ്. റാസ് മുഹമ്മദ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലോട്ടാണ് നമ്മളെ ബോട്ടിന് കൊണ്ടുപോകുന്നത്. രാവിലെ ആകുമ്പോൾ തന്നെ വാൻ വരും. എന്നിട്ട് നമ്മളെ ബോട്ടുകളൊക്കെ ഉള്ള ഒരു പോയിന്റിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല ലക്ഷറി ആയിട്ടുള്ള ബോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എൻജോയ് ചെയ്യാനും പറ്റണില്ല, ടെൻഷനും ഉണ്ട്. കാരണം കടലിൻ്റെ നടുക്കിലോട്ടാണ് പോണത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എന്നാലും ഇവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. എൻ്റെ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ആണെങ്കിൽ പോലും പുള്ളിക്ക് ഇംഗ്ലീഷ് വളരെ കുറച്ചേ അറിയുള്ളൂ. അറബി അറിയാവുന്നവർക്ക് മാത്രം പ്രത്യേക ഒരു ക്ലാസ് എടുത്ത് കൊടുത്തു. അത് നല്ല വലിയ ബ്രീഫായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എനിക്കൊന്നും മനസ്സിലാവാതെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഞാനും UK നിന്ന് വന്ന എല്ലാവരും കൂടുതലും UK നിന്ന് കുറേ പേര് വരുന്നുണ്ട്. UK നിന്ന് വന്ന ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അവർക്കും ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ട് ഒരു ഇൻസ്ട്രക്ടർ വന്നിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഒന്നും മനസ്സിലാവണ്ടായില്ല. പുള്ളിക്കാരൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിലും ഒന്നും മനസ്സിലാവണ്ടായില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതി ഈ ഒരു ഐലൻഡിൻ്റെ ആയപ്പോഴേക്കും ബോട്ടൊക്കെ നിർത്തി എല്ലാവരെയും ആദ്യം ചാടിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം ഒരു 10 പേരോളം ചാടി. അപ്പോൾ 12 മീറ്റർ വരെയും പോകാൻ പറ്റുന്ന സ്കൂബ ഡൈവിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ചാടിച്ചു. ഓരോരുത്തർ ചാടുമ്പോഴും ഇങ്ങനെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. കാരണം വേറൊന്നുമല്ല, ഓരോരുത്തർ ചാടിയിട്ടും താഴെ പോകുമ്പോൾ തന്നെ പറ്റണില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ എന്നിട്ട് അവരെ കയറ്റി വിടും. കാരണം ഒറ്റ ട്രൈ ഉള്ളൂ. ആ ട്രൈയിൽ പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയറ്റി വിടും. അവരായിട്ട് പുഷ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ മുന്നേ ചാടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കപ്പിളിലാണെങ്കിലും അതിൽ പുള്ളിക്കാരൻ്റെ വൈഫിന് പറ്റില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തിരിച്ചു വന്നു. അപ്പോഴേക്കും ഞാൻ ഉറപ്പിച്ചു എനിക്കും പറ്റില്ല, എനിക്കും പേടിയായി എന്ന് പറഞ്ഞു. ലാസ്റ്റ് സംഭവങ്ങളൊക്കെ ഓരോന്ന് ഇടുമ്പോൾ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് എന്നോട് പറഞ്ഞ് ചാടിക്കോളാൻ പറഞ്ഞു. ചാടിക്കോളാൻ പറയുമ്പോൾ ഞാൻ ചാടണില്ല. ലാസ്റ്റ് പുള്ളി എന്നെ പിടിച്ച് വലിച്ച് വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മുങ്ങിയിട്ടാണ് പൊങ്ങി വരുന്നത്. പൊങ്ങി വന്നപ്പോൾ തന്നെ എൻ്റെ കിളി മൊത്തം പോയി. എനിക്ക് എന്താ നടക്കണേന്ന് പോലും മനസ്സിലാവും. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു.
പുള്ളി പറഞ്ഞ ജസ്റ്റ് ബ്രീത്ത് എന്ന് പറഞ്ഞു. വായക്കൂടെ ഇങ്ങനെ ബ്രീത്ത് എടുക്കുക, കാരണം മൂക്കടഞ്ഞ് വെച്ചേക്കുക, ഗൂഗിൾസ് മൂക്കും കൂടി അടയുന്ന രീതിയിലാണ്. അപ്പോൾ സ്കൂബ എന്താ പറയുക, എന്തായാലും ചെയ്തേക്കാം, എന്തായാലും ചാടി എന്ന് പറഞ്ഞ് പയ്യെ താഴത്തോട്ട് കൊണ്ടുപോയി തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹാൻഡ് സിഗ്നൽസേ ഉള്ളൂ താഴെ വെള്ളത്തിൻ്റെ അടിയിൽ, വേറെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഹാൻഡ് സിഗ്നൽസ് കാണിച്ചു, എങ്ങനെയുണ്ട് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഓക്കെ കാണിച്ചു താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. താഴത്തോട്ട് പോകാറായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കൊള്ളാം, ഭയങ്കര നമുക്ക് ഓരോ ബ്രീത്തും നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. കാരണം ആ സിലിണ്ടറിൽ നിന്ന് ഇങ്ങനെ പോകുന്നതും എടുക്കുന്നതും എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര പീസ്ഫുള്ളാണ്, വേറെ സൗണ്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. പയ്യെ താഴത്തോട്ട് കൊണ്ടുപോയി. താഴത്തോട്ട് കൊണ്ടുപോകും തോറും ആ ഒരു ഹെവിനെസ്, ആ ഒരു ഹൈ പ്രഷർ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ ചെവിയിൽ ആ പ്രഷർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ചെവി ഇങ്ങനെ പൊളിയണ പോലെ വേദനയായി തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് തന്നെ ഇക്വലൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മൂക്കിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് ചെവി കൂടെ ശ്വാസം വിടാൻ നോക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ താനെ തുറയും. ഇക്വലൈസ് ചെയ്യാന്നാണ് അതിൽ പറയുന്നത്. ആ ഒരു സംഭവം ഞങ്ങൾക്ക് ഈ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഈ പുള്ളി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് താഴെ പോയപ്പോൾ ഭയങ്കര പെയിനായിരുന്നു. അത് പിന്നീട് അടുത്ത സ്ഥലത്ത് ഡൈവിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു, ചെവി പൊട്ടണ പെയിനായിരുന്നു. ഞാൻ താഴെ ചെന്നപ്പോൾ കുറച്ച് നേരം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തന്നെങ്കിലും എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. ഞാനിങ്ങനെ കാണിച്ചിട്ട് മുകളിലോട്ട് പോവുകയാണ് ഉണ്ടായത്. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സ്കൂബ ഡൈവിങ്. അങ്ങനെ സുഷി കാരണമാണ് ആ ഒരു സംഭവം കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഷർമ ഷെയ്ഖിലെ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നത് നേരെ കൈറോയിലോട്ടാണ്. വന്ന വഴി തന്നെ നേരെ സൂയിസ് കനാലും ക്രോസ് ചെയ്ത് ഞാൻ രാവിലെ ആയപ്പോഴേക്കും കൈറോ എത്തി നേരെ സവാദിൻ്റെ വീട്ടിൽ പോയി ലഗേജൊക്കെ വെച്ചിട്ട് അന്ന് തന്നെ ഞാൻ പിരമിഡ് കാണാൻ ഓടി. വന്ന ആദ്യ ദിവസം തന്നെ പിരമിഡിൻ്റെ അകത്ത് കയറണമെന്ന് ആഗ്രഹിച്ച ഞാൻ അകത്ത് കയറുന്നത് ഏകദേശം 23ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒട്ടും സമയം കളയാതെ യൂബറിൻ്റെ തന്നെ ബൈക്ക് ബുക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് പിരമിഡ് കാണാനായിട്ട് പോയി. ഏകദേശം 12 മണിയായപ്പോൾ തന്നെ പിരമിഡിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തി. എൻട്രി ടിക്കറ്റ് 2ഉം എടുത്തിട്ട് നേരെ റഷ് ചെയ്തത് ആദ്യം തന്നെ പോയത് കൂഫുവിൻ്റെ പിരമിഡ് കാണാനാണ്. അതിൻ്റെ അകത്തേക്കും ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള എൻട്രി ടിക്കറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ല് തന്നെ എൻ്റെ ഏകദേശം ഷോൾഡറിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൂട്ടൊരു കൂറ്റൻ മല നിൽക്കുന്ന പോലെയാണ് പിരമിഡ്സ് സത്യം പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ചുറ്റും നടക്കുമ്പോഴാണെങ്കിലും അത് കയറുമ്പോഴാണെങ്കിലും അത് പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു, നമ്മളത്ര ആഗ്രഹിച്ച് വന്നുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ക്ലസ്ട്രോഫോബിയ ഉള്ളവർക്കൊന്നും അകത്ത് കയറാൻ പറ്റില്ല എന്ന്. കാരണം ചെറിയൊരു ഇടുങ്ങിലൂടെയാണ് നമ്മളിങ്ങനെ ഞൂണ്ടാണ് കയറുന്നത് തന്നെ. അതും ഒരു ചെറിയൊരു കയറ്റമുണ്ട്, അതുപോലെ ഇറക്കമുണ്ട്. അപ്പോൾ നല്ലോണം നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ ശരിക്കും തോന്നും കയറുമ്പോഴൊക്കെ. കാരണം ആ ഒരു തിരക്കിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വെന്റിലേഷനും കാര്യങ്ങളൊന്നുമില്ല, നല്ല തിരക്കാണ്, ക്യൂ നിന്നാണ് കയറുന്നത്, നല്ലോണം ശരീരമൊക്കെ വേർക്കും. പക്ഷേ അതിലെല്ലാം ഉപരി അതൊരു ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത്രയും വലിയ സംഭവത്തിൻ്റെ അകത്തോട്ടാണ് നമ്മളൊരു ചേമ്പർ വഴി കയറുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് അകത്തോട്ട് കയറുമ്പോഴെല്ലാം നമ്മൾ വലിയൊരു ഗ്രാനൈറ്റാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. വലിയ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഏകദേശം 80 ടൺ വരെയും വരുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്കകത്ത് ഇതുപോലെ എങ്ങനെ ഒരു കവാടം ഉണ്ടാക്കി, ഇതൊക്കെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തു എന്നൊക്കെ ഭയങ്കര മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ പിരമിഡ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഇത് കയറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് കൂടി ടിക്ക് ചെയ്തു. അപ്പോഴാണ് അവിടെ നിന്നപ്പോൾ ഈ പറഞ്ഞ ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യത്തോട്ട് ഇവിടുന്ന് ഫെറി വഴി പോകാമെന്ന്. അത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനും പറ്റും. അന്ന് വിസ ഓൺ അറൈവലാണ് ജോർദാനും. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പോയി നോക്കാൻ നോക്കിയെങ്കിലും പക്ഷേ എനിക്ക് ബഡ്ജറ്റും സമയവും പ്രശ്നമുള്ളതുകൊണ്ട്, സമയത്തേക്കാൾ ഉപരി ബഡ്ജറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം കേട്ടുകൊണ്ട് തന്നെ ജോർദാനിൽ പോകണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടി. അടുത്ത ട്രിപ്പ് എന്തായാലും ജോർദാനിലോട്ട് എന്തായാലും വന്നെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈജിപ്തിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു വരികയാണ്. നീണ്ട 24 ദിവസത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള വലിയൊരു യാത്ര കഴിഞ്ഞ് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ 3-4 മാസങ്ങൾക്ക് ശേഷം ജോർദാൻ ട്രിപ്പിന് വേണ്ടിയുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി തുടങ്ങി. ഈ കഴിഞ്ഞ 2025 ഒക്ടോബർ മാസം ഞാനങ്ങനെ ജോർദാനിലോട്ടുള്ള ഫ്ലൈറ്റ് എടുക്കുകയാണ്. അതും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കി മുംബൈയിൽ നിന്നാണ് എനിക്ക് ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് കിട്ടിയത്. ഫ്ലൈനാസ് എന്ന് പറഞ്ഞ എയർലൈൻസ് ആയിരുന്നു. ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് നേരെ ട്രെയിൻ കയറി ഞാൻ മുംബൈയിൽ ചെന്ന് ഇറങ്ങി. മുംബൈയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ കണ്ടിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോയി. എയർപോർട്ടിൽ ചെന്ന മുതൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ട്രിപ്പ് മൊത്തം പ്രശ്നങ്ങളായിരുന്നു. എയർപോർട്ടിൽ ചെന്ന് എയർലൈൻസിൻ്റെ ക്യൂ നിൽക്കുമ്പോഴാണ്, ഫ്ലൈനാസ് എന്ന് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് എയർ ആണ്, എനിക്ക് ഏകദേശം 15,000 രൂപ ആയുള്ളൂ വൺ സൈഡ് ടിക്കറ്റിന്. തിരിച്ചു വരാനും ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാൻസലേഷൻ പോളിസിയുള്ള ഒരു എയർ അറേബ്യയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി. ഹോട്ടൽ ബുക്കിങ്സും ഞാൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ എയർലൈൻസിൻ്റെ കൗണ്ടറിൽ ഞാൻ ക്യൂ നിൽക്കുകയാണ്. ഇമിഗ്രേഷൻ അല്ല, എയർലൈൻസിൻ്റെ ആണ്. ക്യൂ നിൽക്കുമ്പോൾ എന്നോട് ആദ്യം വന്ന് പറഞ്ഞു വിസ ഉണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻസിന് വിസ ഓൺ അറൈവലാണ് ജോർഡാൻ, അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ജോർദാൻ പാസ് എന്ന് പറഞ്ഞൊരു പാസ് ഉണ്ട്, ഏകദേശം 10,000 രൂപയാണ് അതിന് വാല്യൂ വരുന്നത്, ഏകദേശം അത്രയും ചിലവാകും. അപ്പോൾ ഈ ജോർദാൻ പാസ് എടുക്കുകയാണെങ്കിൽ ഈ ജോർദാനിലുള്ള എല്ലാ എൻട്രി ടിക്കറ്റ്സും അതിൽ ഇൻക്ലൂഡാണ്. പോരാത്തതിന് 4,500 രൂപ വരുന്ന വിസയും കൂടി ഇൻക്ലൂഡാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോർദാൻ പാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായി 10,000 രൂപ കൊടുത്തിട്ട്. അപ്പോൾ ഈ ജോർദാൻ പാസ് ഇവരെ കാണിച്ചു കൊടുത്തു, ഇതിൽ വിസ ഇൻക്ലൂഡാണ്, വിസയുടെ റേറ്റ് ഇൻക്ലൂഡാണ്, ചെന്ന് ജസ്റ്റ് സ്റ്റാമ്പ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവരത് ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത്ര രൂപ $1,000 കയ്യിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് $500 ക്യാഷ് ആയിട്ടുണ്ട്, ബാക്കി എൻ്റെ കയ്യിൽ അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം ഇങ്ങനെ നമ്മൾ ആ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഭയങ്കര ഒരു നെഗറ്റീവായിരുന്നു മൊത്തത്തിൽ. അതിനുശേഷം അവരൊരു സീനിയർ ഓഫീസർ ഒന്ന് പറഞ്ഞു എന്നോട്, നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ഫ്ലൈനാസ് എയറിനാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുന്നതും ഫ്ലൈനാസ് എയർലൈനിൽ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റൂൾ ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞാനിതുപോലെ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുന്നതാണ്, പക്ഷേ ഇങ്ങനെ റൂൾ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇതിനു മുന്നേ പോയ യാത്രകളെല്ലാം പല എയർലൈൻസിലായിരുന്നു, നിങ്ങൾക്ക് അതെങ്ങനെ പറയാൻ പറ്റും. അപ്പോഴേക്കും ടൈമായി. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് ഇവർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, ഞാനും കുറച്ച് ഹിന്ദിയിലൊക്കെ അങ്ങനെ സംസാരിച്ചു. ഇവരൊരു സീനിയർ ഓഫീസർ വന്നു, പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ റൂൾ ഉണ്ടെങ്കിൽ ആ റൂൾ ഒന്ന് കാണിച്ചു തന്നെ റിട്ടേൺ ആയിട്ട് എവിടെ ഉള്ളതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ പറയുന്നതാണ് റൂള്, നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പുള്ളി പ്രശ്നം ഉണ്ടാക്കി, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ആ സ്പോട്ടിൽ വെച്ച് എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ തന്നെ ഒരു റിട്ടേൺ ടിക്കറ്റ് 8 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ റിട്ടേൺ ബുക്ക് ചെയ്യാനുണ്ടായത്. പക്ഷേ അപ്പോൾ എൻ്റെ ട്രാവൽ രീതി അവിടെ തെറ്റുകയാണ്. കാരണം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും എത്ര ദിവസം ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് പോവാറ്. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഫ്ലൈനാസ് പോലെ എയർലൈൻസിന് ഡേറ്റ് ചേഞ്ചിൻ്റെ ഓപ്ഷൻ ഇല്ല, പോരാത്തതിന് ക്യാൻസലേഷൻ പോളിസിയും ഇല്ല. അങ്ങനെ ഒരു എയർലൈൻസിൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ തന്നെ എനിക്ക് ആകെ നെഗറ്റീവായി. പിന്നെ എന്തെങ്കിലും ആവട്ടെ, യാത്ര തുടങ്ങിയില്ല എന്നിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴേക്കും ജോർഡാൻ്റെ തലസ്ഥാനമായ അമൻ എന്ന് പറഞ്ഞ എയർപോർട്ടിൽ വന്ന് ഞാൻ ഇറങ്ങാനുണ്ടായത്. അമനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ എമിഗ്രേഷനിലോട്ടാണ് പോയത്. എമിഗ്രേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞു ഇന്ത്യൻസിന് പ്രത്യേക ഒരു ക്യൂ ഉണ്ട്, അവിടെയാണ് അടുത്ത പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് മൊത്തം പ്രശ്നങ്ങളാണ്. എമിഗ്രേഷനിൽ ചെന്ന് ക്യൂ നിൽക്കുമ്പോഴാണ് അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അമേരിക്കൻ വിസ അല്ലെങ്കിൽ ഷെങ്കൻ വിസ ഉണ്ടോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് അവിടെ തന്നെ ഒരു പോലീസ് കൗണ്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു പോലീസിൻ്റെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോലീസ് വെരിഫിക്കേഷൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ ഒപ്പം വേറൊരു മലയാളി കപ്പിളല്ല, ഇന്ത്യൻ കപ്പിൾ തന്നെ ഉണ്ടായിരുന്നു, മുംബൈയിൽ നിന്നെന്തോ കയറിയാണ്. അപ്പോൾ അവർ എന്നെ പോലെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ജോർദാൻ പാസ് കൊടുത്തു, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൊടുത്തു, ഇവരും കൊടുത്തു. ഇവർ ബുക്ക് ചെയ്തേക്കുന്ന സ്റ്റേസ് എല്ലാം നല്ല അത്യാവശ്യം പൈസ ഉള്ള സ്റ്റേസ് ആണ്. ഞാൻ ഇതുപോലെ ഹോസ്റ്റൽസാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞു ഇവർക്ക് 2 പേർക്കും പാസ്പോർട്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു യു ജോർദാൻ, എന്നോട് പറഞ്ഞു യു നോ ജോർദാൻ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, യു നോ ജോർദാനോ സാർ, എന്താ വാട്ട് ഹാപ്പൻ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു യു ഗോ ബാക്ക് ഇന്ത്യ, യു നോ ജോർദാൻ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് അറിയില്ല, ഒരു തരി പോലും അറിയില്ല, ഇതന്നെ എന്തോ കാണാപ്പടം പഠിച്ചാണെന്ന് തോന്നണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതെന്താ, എനിക്കൊന്നൊരു സംസാരിക്കണം, ഓഫീസറിനായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി പറഞ്ഞു സാർ എന്താ ഇഷ്യൂ. ഞാൻ പറഞ്ഞു യു നോ ജോർദാൻ തന്നെ പുള്ളിയും പറയണേ. പറഞ്ഞു നീ ഒരു സ്റ്റുഡൻ്റ് ആണ്, നിനക്ക് ഇവിടെ എൻട്രി ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റുഡൻ്റ് അല്ല, എനിക്ക് സ്വന്തമായിട്ട് ട്രാവൽ ഏജൻസി ഉണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടും പുള്ളി പറഞ്ഞു യു നോ ജോർദാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ നേരെ വേറൊരു പോലീസുകാർക്ക് കൈമാറി കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കസ്റ്റഡിയിലോട്ടാണ് എടുത്തേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. വേറെ 2 പോലീസുകാർ വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ജോലിക്കായിട്ട് വിസിറ്റിംഗ് എടുത്ത് വന്നിട്ട് നിൽക്കുന്നവരെയൊക്കെ പിടിച്ചിടുന്ന ഒരു സ്ഥലത്താണ് എന്നെ കൊണ്ടുപോയിട്ടേക്കുന്നത്. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ പാനിക്കായി. കാരണം എന്തിനാ എന്നെ പിടിച്ചു വെച്ചേക്കണേ, ഒന്നിനും എനിക്ക് മനസ്സിലാവണില്ല. ഇവരാണെങ്കിൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഭയങ്കരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണത്, എന്നെ ഇവിടെ ഇടാൻ പോവുകയാണോ, തിരിച്ച് ജയിലിൽ കൊണ്ടുപോകാൻ പോവുകയാണോ, ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജോർദാനിലുള്ള ഒരു മലയാളിനെ കോണ്ടാക്ട് ചെയ്തു ഇൻസ്റ്റാഗ്രാം വഴി. ആള് ഒരു ജോർദാനിയന് ഫോൺ കൊടുത്തിട്ട് ആ ജോർദാനിയനാണ് ഈ പോലീസ് ഓഫീസറിനോട് സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ വർക്കിന് വന്നാണെന്ന് വിചാരിച്ചെന്നും എൻ്റെ സ്പോൺസറിനോട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയാനും. ഞാൻ പറഞ്ഞു എനിക്കേത് സ്പോൺസർ, എനിക്ക് ആരുമില്ല വരാൻ, ഞാൻ ട്രാവൽ ചെയ്യാൻ വന്നതാണ് സാർ, എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയോ യൂട്യൂബ് നോക്കിയോ ഞാൻ ട്രാവലറാണെന്ന് പറഞ്ഞിട്ടും അവർക്കൊന്നും മനസ്സിലാവണമില്ല, അവരതിനുവേണ്ടി തയ്യാറുമല്ല. അങ്ങനെ നീണ്ട 24 മണിക്കൂറിന് ശേഷം ഫ്ലൈനാസിൻ്റെ എയർലൈൻസിൽ തന്നെ എന്നെ തിരിച്ചയക്കുകയാണ് അവരുണ്ടായത്. അതിൽ ഏറ്റവും വിഷമിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 50,000 രൂപയോളം എൻ്റെ നേരെ പോയി. അതിൽ 40,000 രൂപ ഫ്ലൈറ്റായി, 10,000 രൂപയുടെ ജോർദാൻ പാസ്, ഇതൊന്നും റീഫണ്ട് കിട്ടുന്നതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയുടെ ഭാഗത്തുനിന്നും പിന്നെ അത്രയും വലിയ നമ്മൾ ആഗ്രഹിച്ചാണ് ഓരോ ഇൻ്റർനാഷണൽ ട്രിപ്പും പോകുന്നത്.
അപ്പോൾ ഇതുപോലെ ഒരു ട്രിപ്പിന് വന്നിട്ട് ഇങ്ങനെ ഇത്രയും മോശം അനുഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപാട് ആഗ്രഹിച്ചു പോയ ജോർദാൻ ട്രിപ്പ് അങ്ങനെയാണ് ഭയങ്കര വിഷമത്തോടെയാണ് അത് അവസാനിച്ചത്. അതേസമയം ഈജിപ്റ്റ് യാത്രയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നടന്ന വലിയൊരു ട്രിപ്പായിരുന്നു. ജോർദാൻ ട്രിപ്പ് ആകുമ്പോൾ അത്രയും നെഗറ്റീവും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും പ്രശ്നങ്ങളുള്ള ട്രിപ്പായിരുന്നു. ഇതുകൊണ്ടൊന്നും അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല. ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസുകളാണ്. അത് പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും എല്ലാം നമ്മൾ വെൽക്കം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇത്രയും നേരം എൻ്റെ യാത്രാ വിവരങ്ങൾ കേട്ടിരുന്ന പ്രേക്ഷകർക്ക് നന്ദി.